കഴക്കൂട്ടത്തിൽ നിന്ന് കാണാതായ 13-കാരിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതം. കേരള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ കൈമാറും. നടപടികൾ വേഗത്തിലാക്കി കുട്ടിയെ എത്രയും പെട്ടെന്ന് മാതാപിതാക്കൾക്ക് കൈമാറുമെന്ന് CWC അറിയിച്ചു. മകളെ കണ്ടെത്താനായതിൽ കേരള പോലീസിന് നന്ദി അറിയിക്കുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു. अच्छा लगा, फुर्ती लगा. इधर का पुलिस मीडिया लोग है, सब लोग है, इधर के पब्लिक लोग सब अच्छा है. ज़्यादा हेल्प किया, सब ज़्यादा हेल्प किया. लेकिन मेरा बच्चा तो मिल गया, इसलिए मैं केरलियन आदमी को बहुत धन्यवाद है. थैंक यू. अच्छा है तो मेरा बेटी मिल गया. पुलिस बोल रहे लेके आएगा, आज लेके आएगा. वो बोला आज कुछ नहीं. गुस्सा चोर क्यों गया और मैं पूछा अम्मा तुम डट रहे हो इसलिए, और कुछ नहीं. मेरा मतलब है मैं जाएगा गाँव चले जाएगा. असम वापस जाएगा? कब? बच्चा मिलने के बाद. दोबारा ऐसा गलती करेगा तो कहाँ ढूंढूं. अब साथ है तो मिल गया, अब ढूंढेगा तो मिलेगा कि नहीं मिलेगा. और मेरा बॉय है. സുനിഷ അയലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, പെൺകുട്ടിയുടെ തിരിച്ചുവരവാണ് ഇനി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. പെൺകുട്ടി വന്നതിന് ശേഷം തിരിച്ച് അസമിലേക്ക് മടങ്ങാൻ ആലോചിക്കുന്നതായും കുടുംബം പറയുന്നുണ്ടല്ലോ. അവർക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമാണ്. മകളെ 2 ദിവസം പിരിഞ്ഞിരിക്കേണ്ടി വന്നു, അവൾ എവിടെയാണെന്നറിയാതെ കഴിയേണ്ടി വന്നു. എന്തൊക്കെയാണ് കുടുംബവുമായി സംസാരിക്കുമ്പോൾ മകളെ നാട്ടിലെത്തിക്കുന്നത് സംബന്ധിച്ച് അവർക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ? സുജയ, ഏതായാലും നീണ്ട 37 മണിക്കൂർ തിരച്ചിൽ അവസാനിച്ചു. കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഏതായാലും നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ്. ഏതായാലും അന്വേഷണ സംഘം നിലവിൽ ഈ വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ന് രാവിലെ 6:30 കൊച്ചുവേളിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു. 5 അംഗ സംഘമാണ് നിലവിൽ ഇപ്പോൾ കഴക്കൂട്ടം അന്വേഷണ സംഘം, കഴക്കൂട്ടം പ്രിൻസിപ്പൽ SIയുടെ നേതൃത്വത്തിലുള്ള ഒരു 5 അംഗ സംഘം, അതിൽ 2 വനിതാ പോലീസുകാർ കൂടിയുണ്ട്. ഈ 5 അംഗ സംഘമാണ് നിലവിൽ ഏതായാലും വിശാഖപട്ടണത്തിലേക്ക് തിരിച്ചിട്ടുള്ളത്. അവർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അവിടെ എത്തും. അതിനുശേഷമായിരിക്കും കുഞ്ഞിനെ വാങ്ങുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നതാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഈ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ നേരത്തെ ഈ ഭക്ഷണം കഴിക്കാത്തതുമായി ബന്ധപ്പെട്ട് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ കുട്ടി സന്തോഷവതിയായിരിക്കുന്നു, ആരോഗ്യവതിയായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ഏതായാലും കുട്ടിക്ക് ഇനി പോയാൽ പ്രത്യേകിച്ച് വൈദ്യപരിശോധന നൽകിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. അതിനുശേഷം അടുത്ത ദിവസം തന്നെ തിരിച്ച് കേരളത്തിലേക്ക് എത്തിക്കുമെന്നതാണ്. അങ്ങനെയെങ്കിൽ നാളെ വൈകുന്നേരത്തോടു കൂടിയോ ഉച്ചയോട് കൂടിയോ എന്തായാലും കുഞ്ഞിനെ ഇവിടേക്ക് എത്തിക്കാനാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഏതായാലും ഇവിടെയുള്ള, അതായത് വിശാഖപട്ടണം CWCയുടെ സുരക്ഷിതത്വത്തിലാണ് ആ കുട്ടിയുള്ളത്. കേരളത്തിലെ CWC അവർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. നടപടിക്രമങ്ങൾ, ആ പ്രൊസീജിയറൊക്കെ തന്നെയും ലഘൂകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇമെയിൽ വഴി സന്ദേശം അയച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി കുഞ്ഞിനെ വീട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുന്ന നടപടികൾ പൂർത്തിയാക്കുമെന്നതാണ് CWC ചെയർപേഴ്സണും അറിയിച്ചിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ അവരുടെ രക്ഷിതാക്കൾക്കും ഈ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മൾ അവരോട് ഇന്നലെ രാത്രി കുഞ്ഞിനെ കിട്ടിയതിന് ശേഷം സംസാരിച്ചപ്പോഴും അവർ വളരെ സന്തോഷവാന്മാരായിരുന്നു. ആശങ്കയൊക്കെ തന്നെയും ഒഴിയുന്നു. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ കണ്ടെത്താനായി പരിശ്രമിച്ച അന്വേഷണ സംഘത്തിനും ഒപ്പം തന്നെ നാട്ടുകാർക്കുമൊക്കെ വലിയ രീതിയിലുള്ള നന്ദി അറിയിക്കുക തന്നെയായിരുന്നു. കാരണം ഈ 37 മണിക്കൂർ നീണ്ട ആശങ്കകളുടെ കൂടെ മണിക്കൂറുകളായിരുന്നു. അതൊക്കെ തന്നെയും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതായാലും പ്രതീക്ഷയുടെ കുഞ്ഞ് എപ്പോൾ എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ഇനി അസാമിലേക്ക് തിരിച്ചു പോവുകയാണ് എന്നൊരു വിവരം കൂടി ഇന്ന് അമ്മ പങ്കുവയ്ക്കുകയുണ്ടായത്. ഏതായാലും മാനസികമായി പൂർണ്ണമായും തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇനി കേരളത്തിൽ നിൽക്കുന്നില്ല, കുട്ടികളുമായി ആസാമിലേക്ക് പോവുകയാണ് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് നമ്മൾ CWC ചെയർപേഴ്സണോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത്. കുഞ്ഞ് 13 വയസ്സുകാരിയാണ്. ഈ ചെറിയൊരു വഴക്കിൻ്റെ പേരിലാണ് വീട് വിട്ട് ഇറങ്ങുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ കുഞ്ഞിന് കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്ന നടപടികളിലേക്ക് ഏതായാലും CWC കടക്കുമെന്നതാണ്. കുഞ്ഞിനെ ഇവിടെ എത്തിച്ചതിന് ശേഷം കൃത്യമായ കൗൺസിലിംഗ് കൊടുക്കും. ഒപ്പം തന്നെ മാതാപിതാക്കൾക്കും 13 വയസ്സായ പെൺകുട്ടിയോട് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പോലും കുഞ്ഞിനത് വലിയ രീതിയിൽ വിഷമമായി തോന്നുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കുഞ്ഞുമായി ഇടപഴകാം എന്നതടക്കമുള്ള കാര്യങ്ങൾ മാതാപിതാക്കളോടും സംസാരിക്കുമെന്നതാണ് CWC അറിയിക്കുന്നത്. ഇനി അത്തരത്തിലുള്ള നടപടികളിലേക്ക്
നടപടികളിലേക്ക് കടക്കുമെന്നതാണ്. ഏതായാലും കുഞ്ഞിനെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് നേരത്തെ മന്ത്രി വി ശിവൻകുട്ടി അടക്കം വീട്ടിലെത്തിയപ്പോൾ ഈ രക്ഷിതാക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഏതായാലും അത്തരത്തിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് പൂർത്തിയാകുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഈ 37 മണിക്കൂറും കർമ്മനിരതരായി തൻ്റെ മകൾക്ക് വേണ്ടി മകളെ തിരിച്ചു കിട്ടാനായി തിരച്ചിലിൽ പങ്കാളികളായ ഏവർക്കും ഈ കുടുംബം നന്ദി പറയുന്നത് എന്നതാണ്. സുജയ, നാളെ ഉച്ചയോടുകൂടി മനസ്സിലാക്കുന്നത് പ്രകാരം നാളെ ഉച്ചയോടുകൂടി തന്നെ കുഞ്ഞുമായി ഇവിടെ എത്തുമെന്നതാണ്. അതിനുശേഷം കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ശേഷം കുഞ്ഞിനെ വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നതാണ് നിലവിൽ ഏതായാലും അന്വേഷണ സംഘം അറിയിക്കുന്നത്. സുജയ. സുനിഷ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത്. മറ്റേതെങ്കിലും സംഘത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട് മറ്റെവിടേക്കെങ്കിലും ചിതറിപ്പോകേണ്ടിയിരുന്ന കുട്ടിയെയാണ് മലയാളികൾ തന്നെ തിരിച്ചറിഞ്ഞ് അവൾക്ക് തിരികെ കേരളത്തിലേക്ക് എത്തുന്നതിനുള്ള വഴിയൊരുക്കിയത്. ഇനിയിപ്പോൾ ആ കുഞ്ഞിന് മാനസികമായ പിന്തുണ നൽകുകയാണ് വേണ്ടത്. കൗൺസിലിംഗ് ആവശ്യമുണ്ട്. വീട്ടിൽ നിന്നൊരു ചെറിയ വഴക്കിന്റെ പേരിൽ അമ്മയെ നടിച്ചതിന്റെ പേരിൽ പോയ കുഞ്ഞാണ്. 13 വയസ്സേ അവൾക്ക് പ്രായമുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾക്ക് ആവശ്യമായ മാനസികമായ പിന്തുണ അത് ഉറപ്പാക്കുന്നതിനുള്ള കാര്യങ്ങളല്ലേ ഇപ്പോൾ അടിയന്തരമായി ചെയ്തു കൊടുക്കേണ്ടത്? അത് ഉറപ്പാക്കിയതിനു ശേഷമാണോ അതോ കേരളത്തിൽ വന്നതിന് ശേഷമായിരിക്കുമോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ? ആ കുഞ്ഞുമായി ഒന്ന് സംസാരിക്കുക, അതൊക്കെ ചെയ്യുന്നുണ്ടോ സുനിഷ? സുജയ, തീർച്ചയായും ഉണ്ട്. ഇന്നലെ തന്നെ ഈ CWCക്ക് റെയിൽവേ പോലീസ് കൈമാറിയിരുന്നു, സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി കൈമാറിയിരുന്നു. അപ്പോഴും പറഞ്ഞിരുന്നത് ഈ നീണ്ട യാത്ര, ഈ കഴക്കൂട്ടത്തിൽ നിന്നും ഇറങ്ങി ഇവിടെ എത്തുന്നത് വരെയുള്ള യാത്ര അത് കുഞ്ഞിനെ മാനസികമായി ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ടാകാം. പിന്നെ ഈ വഴക്കിട്ടതിന്റെ പേരിലാണ്, ഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ശാരീരികമായും മാനസികമായും കുഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ സന്തോഷവതിയായിരിക്കാൻ, ആരോഗ്യവതിയായിരിക്കാനുള്ള സംസാരങ്ങളും ഒക്കെ തന്നെയും അവിടെ നിന്ന് തന്നെ തുടക്കത്തിൽ പ്രാഥമികമായി തന്നെ നടത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നാളെ ഇവിടെ എത്തിയതിനു ശേഷം വിശദമായി തന്നെ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുക എന്നതാണ് CWC ചെയർപേഴ്സൺ അറിയിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അവിടെ നിന്നും, അതായത് ഈ വിശാഖപട്ടണത്ത് നിന്നും കുഞ്ഞിനെ കണ്ടെത്തുന്ന സമയത്ത് കുഞ്ഞിന് കൂടെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ ഈ കുഞ്ഞ് തൻ്റെ മകളാണ് എന്നതാണ് ഈ മലയാളി സമാജത്തിലെ ആളുകളോട് പറഞ്ഞിരുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിയെ കൊണ്ടുപോകാനുള്ള ഏതെങ്കിലും ഒരു തീരുമാനം ഈ ചുറ്റും കൂടി നിന്ന സ്ത്രീകൾക്കുണ്ടായിരുന്നോ എന്നതടക്കമുള്ള സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടി പേടിച്ചിരുന്നിരിക്കാമോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടിക്ക് അത് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയം CWC പറയുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിക്ക് ഏതൊക്കെ രീതിയിൽ മാനസികമായി പിന്തുണ നൽകേണ്ടതുണ്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി CWC ചെയ്യാൻ പോകുന്നത്. അതിന് വിശദമായ ഒരു കൗൺസിലിംഗ് എന്നത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ കുഞ്ഞ് 13 വയസ്സ് മാത്രമേ ഉള്ളൂ, കൗമാരപ്രായമാണ്. അതുകൊണ്ട് തന്നെ